ഒരിടത്ത് ഒരു പ്രവചനക്കാരൻ ഉണ്ടായിരുന്നു. തന്നെ സമീപിക്കുന്നവരുടെ ഭാവിയും ഭാഗ്യവും മുൻകൂട്ടി കണ്ട് അയാൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. തെരുവോരത്ത് ഒരു ചെറിയ തമ്പുകെട്ടി താമസിച്ചിരുന്ന അയാളോടൊപ്പം ഒരു ശിഷ്യനും ഉണ്ടായിരുന്നു. ഒരിക്കൽ ഒരു നാട്ടിൻപുറത്തുകാരൻ ഈ പ്രവചനക്കാരനെ സമീപിച്ചു. തൻ്റെ ഒരു ബന്ധുവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടിയായിരുന്നു അയാൾ ചെന്നത്. ബന്ധു നാട് വിട്ടുപോയിട്ട് വളരെ വർഷങ്ങളായി. ഇപ്പോൾ എവിടെ ഉണ്ട് എന്നതിനെപ്പറ്റി ഒരു വിവരവും ഇല്ല. പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രവചനക്കാരൻ ശ്രദ്ധാപൂർവം കേട്ടു. ആ സമയം അതുവഴി ഒരു ചെറിയ ആൾക്കൂട്ടം കടന്നുപോയി. ഒരു മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ശ്മശാനത്തിലേക്കുള്ള യാത്രയായിരുന്നു അത്. കൈ നെഞ്ചിൽ ചേർത്തു വച്ച നിലയിലായിരുന്നു ആ മൃതദേഹം. പെട്ടെന്ന് പ്രവചനക്കാരൻ നാട്ടിൻപുറത്തുകാരനോട് പറഞ്ഞു, "നിങ്ങളുടെ ബന്ധു ഇനി തിരിച്ചു വരില്ല." നാട്ടിൻപുറത്തുകാരൻ ചോദിച്ചു, "അതെന്താ?" അയാൾ പോയ സ്ഥലത്ത് വീടും കുടിയുമായി സ്ഥിരവാസം തുടങ്ങിയോ? ഒരു നിമിഷം കണ്ണടച്ചു നിന്ന ശേഷം പ്രവചനക്കാരൻ പറഞ്ഞു, "അയാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല." ഇത് കേട്ട ഗ്രാമീണൻ വിഷണ്ണനായി. ഉടനെ പ്രവചനക്കാരൻ്റെ ശിഷ്യൻ മുന്നിൽ കടന്നു നിന്ന് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, "ഗുരു, ആ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്." "അതു നിനക്കെങ്ങനെ അറിയാം?" പ്രവചനക്കാരൻ്റെ ചോദ്യത്തിന് ശിഷ്യൻ പറഞ്ഞ മറുപടി കേൾക്കണ്ടേ? അതിങ്ങനെയായിരുന്നു: കൈ നെഞ്ചിൽ വെച്ച നിലയിൽ കാണപ്പെട്ട ആ മൃതദേഹം തന്നെയാണ് അതിനുള്ള സൂചന. മരണം മറ്റാർക്കുമല്ല, തനിക്കു മാത്രമാണ് എന്നതിൻ്റെ വ്യക്തമായ അടയാളമാണ് നെഞ്ചിൽ ചേർത്തു വച്ചിട്ടുള്ള ആ കൈ. ഗുരു പിന്നെ ഒന്നും പറഞ്ഞില്ല. സംശയം വിട്ടുമാറാതെ തിരിച്ചുപോയ ആ നാട്ടിൻ പുറത്തുകാരൻ 2 ആഴ്ച പിന്നിട്ടപ്പോൾ തമ്പിലെത്തി അറിയിച്ചു, നല്ല സമ്പാദ്യവുമായി തൻ്റെ ബന്ധു തിരിച്ചു വന്നിരിക്കുന്നു. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാ ഭാതി സർവലോകേഷു മണിമന്ത്ര ഔഷധാത്മന തത്വോപദേശരൂപായൈ തസ്യൈ ദേവ്യൈ നമോ നമഃ. ഏതൊരു ദേവിയാണോ സർവലോകങ്ങളിലും മണികളുടെയും മന്ത്രങ്ങളുടെയും ഔഷധങ്ങളുടെയും രൂപത്തിൽ വർത്തിക്കുന്നത്, തത്വോപദേശരൂപിണിയായ അമ്മേ ദേവി, അവിടേക്ക് നമസ്കാരം, നമസ്കാരം. മണി, മന്ത്രം, ഔഷധം. കാര്യസാധ്യത്തിന് ആശ്രയിക്കുന്നത് ഈ 3 എണ്ണത്തെയാണ്. ഭാഗ്യവും നിർഭാഗ്യവും ഉണ്ടാക്കാൻ രത്നങ്ങൾക്ക്, അതായത് മണികൾക്ക് കഴിയും. ഈ കഴിവ് തന്നെ മന്ത്രങ്ങൾക്കുമുണ്ട്. പ്രകൃതിയിൽ കിട്ടുന്ന വസ്തുക്കൾ ചേർത്ത് ഉണ്ടാക്കുന്ന ഔഷധങ്ങൾക്കും ഈ കഴിവുണ്ട്. ഈ 3 രൂപത്തിലും ലോക നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്നത് അമ്മയാണ് എന്ന വസ്തുതയാണ് ഇവിടെ പറയുന്നത്. തത്വോപദേശങ്ങളുടെ ധർമ്മവും മനുഷ്യന് സുഖവും സംതൃപ്തിയും നൽകുക എന്നതു തന്നെയാണ്. താമഹം പ്രത്യയവ്യാജാത് സർവേ ജാനന്തി ജന്തവ. ഞാൻ എന്ന ബോധമാകുന്ന വ്യാജം കൊണ്ട് എല്ലാ ജീവികളും അമ്മേ ദേവി അവിടുത്തെ അറിയുന്നു. നമ്മുടെ എല്ലാം ഞാൻ എന്ന ഭാവമായി അഥവാ ബോധമായി വിളങ്ങുന്നത് ശ്രീ മഹാദേവി തന്നെയാണ്. അമ്മയെ ഞാൻ അറിയില്ല എന്ന് ഒരാൾ പറഞ്ഞു എന്നിരിക്കട്ടെ. അതിലെ ആ ഞാൻ തന്നെയാണ് അമ്മ. അതാണ് ദേവീ ഭാഗവതത്തിലെ ഈ വരികളുടെ അർത്ഥം. എല്ലാവരാലും അമ്മ അറിയപ്പെടുന്നു. അതുകൊണ്ട് അങ്ങനെ അർത്ഥം വരുന്ന പ്രസിദ്ധ എന്ന നാമമന്ത്രമാണ് 395-ാമത്തേതായി വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലൂടെ നമുക്ക് അമ്മയുടെ പ്രസാദമായിട്ട് നൽകുന്നത്. പ്രകർഷേണ സിദ്ധമായവൾ, അസാധാരണമായ സിദ്ധികൾ ഉള്ളവൾ എന്നൊക്കെയാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. സർവചൈതന്യരൂപാം താമാദ്യാം വിദ്യാം ച ധീമഹി. ആദിവിദ്യയായ അമ്മേ ദേവി, എല്ലാ ചൈതന്യങ്ങളുടെയും രൂപമായി അമ്മേ അവിടുത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു എന്നിങ്ങനെയും ദേവീ ഭാഗവതത്തിൽ കാണാം. ഓം പ്രസിദ്ധായൈ നമഃ. ഓം
ഹ്രീം പ്രസിദ്ധായൈ നമഃ. തോറ്റു തുന്നം പാടുമെന്നുറപ്പുള്ള സന്ദർഭങ്ങളിൽ എടുത്ത് പ്രയോഗിക്കാവുന്ന ഒരത്ഭുത മന്ത്രമാണ് ഇത്. വളരെ ബുദ്ധിമുട്ടുള്ള ജോലികൾ ചെയ്യുമ്പോൾ ഈ മന്ത്രം 21 പ്രാവശ്യത്തിൽ കുറയാതെ എഴുതി കൈവശം വച്ചുകൊണ്ട് അമ്മയെ വിചാരിച്ച് കർമ്മം ചെയ്യുക. തീർച്ചയായും വിജയം വരിക്കാം. അതികഠിനമായ വിഷമങ്ങളും വല്ലാത്ത ടെൻഷനും അനുഭവിക്കുമ്പോൾ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ശ്രീ മഹാദേവനോടൊപ്പം ശ്രീ പാർവതീദേവിയെ കൂടി മനസ്സിൽ ധ്യാനിക്കുക. ഈ മന്ത്രം കഴിയുന്നത്രയും ജപിക്കുക. എണ്ണമൊന്നും നോക്കേണ്ടതില്ല. മനസ്സ് പെട്ടെന്നു തന്നെ ശാന്തമാവും. മനോവീര്യം വീണ്ടെടുക്കുവാനും തീർച്ചയായും സാധ്യമാകുന്നതാണ്. സർവശ്രേഷ്ഠയായ ഈശ്വരി ശ്രീ പരമേശ്വരി. ലളിതാ സഹസ്രനാമത്തിലെ അടുത്ത നാമമന്ത്രമാണ് പരമേശ്വരി. പരമമായ എന്ന പദത്തിൻ്റെ അർത്ഥം സർവശ്രേഷ്ഠമായ എന്നാണ്. സർവശ്രേഷ്ഠയായ ഈശ്വരി എന്നും സർവശ്രേഷ്ഠനായ ഈശ്വരൻ്റെ പത്നിയായ ശ്രീ പരമേശ്വരി എന്നും ഈ നാമമന്ത്രത്തിന് അർത്ഥം വരുന്നു. പരമേശ്വരൻ എന്ന പദത്തിന് വിഷ്ണു, ഇന്ദ്രൻ, പരബ്രഹ്മം എന്നിങ്ങനെയൊക്കെയാണ് അർത്ഥങ്ങളുള്ളത്. അപ്രകാരം നോക്കുമ്പോൾ വൈഷ്ണവി, അതായത് ശ്രീ മഹാലക്ഷ്മി ദേവി, ഇന്ദ്രാണി, ദേവേന്ദ്രൻ്റെ പത്നിയായ ശചീദേവി എന്നിവരുടെ രൂപം സ്വീകരിച്ചവൾ എന്നും പരബ്രഹ്മസ്വരൂപിണി എന്നും അർത്ഥങ്ങൾ വരുന്നു. ഓം പരമേശ്വര്यै നമഃ. ഓം ഹ്രീം പരമേശ്വര്यै നമഃ. അർദ്ധനാരീശ്വര രൂപത്തിൽ ശ്രീ മഹാദേവനെയും മഹാദേവിയെയും ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കാം. നേരവും കാലവും നോക്കാതെ എത്ര പ്രാവശ്യം വേണമെങ്കിലും എവിടെയിരുന്നും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ശ്രീ മഹാദേവനും മഹാദേവിയും ദീപത്തിൽ കുടികൊള്ളുന്നു എന്ന സങ്കല്പത്തിൽ സന്ധ്യാദീപത്തിൻ്റെ ചുവട്ടിൽ വലം കൈകൊണ്ട് സ്പർശിച്ച് അമ്മയുടെയും അച്ഛൻ്റെയും, അതായത് ശ്രീ മഹാദേവൻ്റെയും മഹാദേവിയുടെയും പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ജപിക്കുന്നു എന്ന സങ്കല്പത്തിൽ ഈ മന്ത്രം 7 പ്രാവശ്യമെങ്കിലും ജപിക്കുക. 3 ദിവസം ഇങ്ങനെ ചെയ്താൽ തീർച്ചയായും അതിൻ്റെ ഫലം പറയാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. അപ്രകാരം കഴിയുന്നത്ര ദിവസങ്ങളിൽ ചെയ്യുക. അച്ഛനെയും അമ്മയെയും പോലെ മഹാദേവനും മഹാദേവിയും സംരക്ഷിക്കുമെന്ന കാര്യം തീർച്ചയാണ്. എപ്പോഴും അവർ കൂടെ ഉണ്ടാവുക തന്നെ ചെയ്യും. മഹാദേവനും മഹാദേവിയും എപ്പോഴും എല്ലാവരെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അച്ഛനമ്മമാരുടെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.